പൊതുവിൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നാൽ എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് പറയണം എന്ത് പറയണ്ട തീരുമാനിക്കാനുള്ള ഫുൾ റൈറ്റ് നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ കറക്റ്റ് സെൻസിൽ തന്നെ അത് എടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയപ്പാട് അത് വേണ്ട കാലം കൂടിയാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്. whatever. അങ്ങനെ പറയരുത്. And I know for myself. So if someone else misunderstands what I'm saying, that's misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു ആനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്ന ആക്ടർ അപ്പുറത്തുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരുപാട് ചിന്താഗതി ഇതേ അഭിപ്രായത്തിലുള്ള ആളാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിപ്പോ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റും. 100% ഞാൻ യോജിക്കുന്നു. ഒന്നും പറയാതിരിക്കാനേ പറ്റും. അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അപ്പൊ അതുപോലെയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.